നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. ഷോപ്പിക വെഡിങ്സ്, ദി ബ്രൈഡൽ ലെഗസി. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചന്ദനകുളം, ഇടപ്പാൾ. ഡിജിറ്റൽ കാലത്ത് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കുട്ടനാട് പ്രസ് ക്ലബ് ഹാളിൽ പത്ര, ദൃശ്യ, ശ്രവ്യ, ഡിജിറ്റൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഇവിടെ നല്ല ഇന്ത്യയിലാകെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ അറിയുക, മുഖ്യധാര മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും കണ്ടെത്താത്ത വാർത്തകൾ കണ്ടെത്തുന്നതും അദൃശ്യരായ മനുഷ്യരെ വാർത്തയിലേക്ക് കൊണ്ടുവരുന്നതും പ്രാദേശിക പത്രപ്രവർത്തകരാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ധീരമായ നിലപാടുകൾ എടുക്കുകയും അഴിമതിയെ പുറത്തുകൊണ്ടുവരികയും ചെയ്യുന്നതും ഇന്ന് പ്രധാനമായും പ്രാദേശിക പത്രപ്രവർത്തകരാണ്. മറ്റത് ഇല്ലാതല്ല, അപൂർവം ഉണ്ടാവും. കാരണം ഈ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ ദേശീയ തലത്തിലോ മറ്റു ഉയർന്ന തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിധേയരാണ്. ഞാൻ അടച്ചു പറയല്ല, അപൂർവമല്ലാത്തവരുണ്ട്, പക്ഷെ പൊതുവിൽ അങ്ങനെയാണ്. ഇനി അവർ വിധേയരല്ലെങ്കിലും മാനേജ്മെന്റുകൾ വിധേയരാണ്. നല്ല വാർത്തയ്ക്ക് അവർ കൊടുത്താലും വരില്ല. പക്ഷെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് താരതമ്യേന സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും മുഖ്യധാരാ മാധ്യമങ്ങളെ അപേക്ഷിച്ച് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഇതുമൂലം ഉത്തരേന്ത്യയിൽ ചില പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി. യൂണിയൻ സ്ഥാപക നേതാവ് വി സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ MD EV അബ്ദുൾ റഹ്മാൻ, തൃത്താല സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി. പത്രപ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് EV അബ്ദുൾ റഹ്മാൻ വിതരണം ചെയ്തു. ജില്ലാ രക്ഷാധികാരി മൂസ പെരിങ്ങോട് സ്വാഗതം പറഞ്ഞു. രാവിലെ 10 നടന്ന മാധ്യമ ശില്പശാല യൂണിയൻ സ്ഥാപക നേതാവ് വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്നത് മാധ്യമ സെമിനാർ. നമ്മളെ രണ്ട് പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങൾ, ഏറ്റവും ആദരണീയരായ നമ്മളെ അലിക, അതുപോലെ തന്നെ മുസമാഷ്, വളരെ സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, മാധ്യമ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ വെല്ലുവിളികൾ, പ്രാദേശിക ലേഖകർ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മാധ്യമ മേഖലയിൽ മാധ്യമ ഉടമകളുടെ സഹകരണം തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദരണീയരായ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മോട് സംസാരിക്കും. മാധ്യമ സെമിനാറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ TVM അലി, മാതൃഭൂമി ലേഖകൻ C മൂസ പെരിങ്ങോട് എന്നിവർ ശില്പശാല നിയന്ത്രിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ ഉദ്ഘാടനം ചെയ്തു. ലോകമാകെ പടരുന്ന വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാൻ, അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും വളരുന്നത്. അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, ചെറിയ ദൗത്യമല്ല. അത് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം. അതിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. വർത്തമാനകാലത്ത് ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. പ്രാദേശിക ലേഖകരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വാർത്താലോകത്ത് നിർണായകമാണെന്നും വാർത്താ ശേഖരണത്തിനിടെ പ്രാദേശിക ലേഖകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ കഠിനാധ്വാനവും സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൗരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നും ഈ ജില്ലാ സമ്മേളനത്തിലൂടെ മാധ്യമപ്രവർത്തനത്തിന്റെ മഹത്തായ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനാകട്ടെ എന്നും പ്രാദേശിക ലേഖകരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും അംഗീകാരവും ലഭിക്കട്ടെ എന്നും MLA പറഞ്ഞു.
സ്വാഗത സംഘം ചെയർമാൻ KG സണ്ണി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി AA ജോർജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ സ്ഥാപക നേതാവ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ചർച്ചാ പ്രമേയങ്ങളുടെ അവതരണം എന്നിവ നടന്നു. ജില്ലാ രക്ഷാധികാരികളായി C. മൂസ, സുരേഷ് വേലായുധൻ, തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണൂർ, വൈസ് പ്രസിഡന്റ് MV ബേബി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി, ബാബു ആനക്കര, SM അൻവർ, ഉമാശങ്കർ എഴുമങ്ങാട്, വീരാവുണ്ണി മുള്ളത്ത്, VM സുലൈമാൻ, ശ്രീധരൻ, PP സുനീറ, പ്രേമദാസ് പിടാവനൂർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും തൃത്താല മേഖലാ ജോയിന്റ് സെക്രട്ടറി SM അൻവർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി AA ജോർജ് പ്രസിഡന്റ്, KG സണ്ണി സെക്രട്ടറി, പ്രദീപ് ചെറുവാശ്ശേരി ട്രഷറർ, C. മൂസ രക്ഷാധികാരി എന്നിവരടങ്ങുന്ന 15-അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. പ്രദീപ് ചെറുവാശ്ശേരി നന്ദി പറഞ്ഞു. Sunrise Hospital. Care beyond cure. ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ 2ാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.